കൂട്ടുകാർക്കും മാജിക് വേൾഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ നാച്ചുറലായ ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അതിന് മുട്ടയോ ബട്ടറോ ഫുഡ് കളറോ ഓവനോ ഇതൊന്നും ആവശ്യമില്ല. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാ അളവുകളും ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഗ്രാം ബേസും കൂടി ഞാൻ പറയുന്നതാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതുപോലൊരു ബൗള് വയ്ക്കാം. അതിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അളവെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇതേ നിരപ്പിൽ വേണം എടുക്കാൻ, കൂമ്പാരം കുത്തി എടുക്കരുത്. ഒരു ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു ഗ്ലാസ് തൈര്, അധികം പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് മൂന്നും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് കലക്കി യോജിപ്പിക്കാം. ആ പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞ് ആ തൈരും ആ എണ്ണയും കൂടി നല്ലപോലെ യോജിച്ച് വരുത്തക്കവണ്ണം നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലൊരു വിസ്ക് വേണമെന്നൊന്നുമില്ല. ഒരു ഫോർക്കോ ഒരു സ്പൂണോ എന്താണേലും മതി. അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ തൈരും എണ്ണയും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ഇവിടെ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഈ ഒരു പരുവം നല്ലൊരു ലിക്വിഡ് പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഫുഡ് കളർ ചേർക്കുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ഒരു ഗ്ലാസ് ബീറ്റ്റൂട്ട് ഉപ്പില്ലാതെ വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തതാണ്, വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ്. ഇതിൻ്റെ ഗ്രാം ബേസ് പറയുകയാണെങ്കിൽ 200 ഗ്രാമോളം ഉണ്ട്. ഇനി നമുക്ക് ഇതിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഇതിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള പൊടിയെടുക്കാം. അതിന് വേണ്ടി ഞാനിവിടെ അതേ ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഒരു 200 ഗ്രാം ഗോതമ്പ് പൊടിയുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ സ്പൂണിന് ഒരു 1.5 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഈ മാവിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് രണ്ടും കൂടി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മാവും ബേക്കിംഗ് പൗഡറും കൂടി കുറേശ്ശെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കട്ട കെട്ടാതെ കുറേശ്ശെ യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഗ്രാം ബേസിൽ അളവ് പറയുകയാണെങ്കിൽ ഒരു 150 മില്ലി സൺഫ്ലവർ ഓയിലും ഒരു 150 ഗ്രാം പഞ്ചസാര, ഒരു 200 ഗ്രാം ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഏത് വേണമെങ്കിലും എടുക്കാം, ഒരു 200 ഗ്രാം ബീറ്റ്റൂട്ട് അരച്ചെടുത്തത്, ഒരു 150 ഗ്രാം തൈര്. ഇതാണ് ഇതിൻ്റെ ഗ്രാം ബേസിലുള്ള അളവ് പറയുകയാണെങ്കിൽ. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടണം. ഇനി നമുക്ക് ഞാനാണെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിലാണ്, കേക്കിൻ്റെ പാത്രമൊന്നും അല്ല, സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീൽ പാത്രമാണ്. ഇതിൽ അല്പം സൺഫ്ലവർ ഓയിൽ തൂത്ത് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് അതിനകത്താണ് ഞാൻ ഈ ബാറ്റർ ഒഴിക്കുന്നത്. ഇതിൽ ഞാനിപ്പം സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പൊടി തൂകി ഒന്ന് തട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ഇത് പാത്രത്തിൻ്റെ അടിയിൽ ഒട്ടിപ്പിടിക്കത്തില്ല. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ അടി കട്ടിയുള്ള ഒരു ചരുവം എടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് അടി കട്ടിയുള്ള ചരുവം ഇല്ലെങ്കിൽ ഒരു ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾ വയ്ക്കുന്ന പാൻ വെച്ചാലും മതി. പിന്നെ ഞാൻ തീ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഫ്ലെയിമിലാണ്, അധികം തീയില്ല, ഒരു മീഡിയം തീയിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചരുവം ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു
ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റീലിൻ്റെ നമുക്ക് പാത്രം പൊക്കി വയ്ക്കാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്കൊരു 5 മിനിറ്റ് നല്ല പോലെ ഒന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ പാൻ ഇവിടെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് വയ്ക്കാം. അതിനുശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ അല്പം പോലും ഇതിൻ്റെ ചൂട് പുറത്ത് പോകരുത്. അതേപോലുള്ള പാത്രം വെച്ച് വേണം നിങ്ങൾ അടയ്ക്കാൻ. ഇനി ഇത് ഒരു 45-50 മിനിറ്റ് വരെ ചെറിയ തീയിൽ ഇവിടെ നിന്ന് ബേക്ക് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് തുറന്നൊന്നും നോക്കരുത്. ഇനി നമുക്ക് ഒരു 45 മിനിറ്റ് കഴിഞ്ഞ് വരാം. ഏകദേശം ഒരു 45-47 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം വെന്തോ. നല്ല പോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ കത്തി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതേപോലെ നല്ല റെഡ് കളർ നമുക്ക് കിട്ടും. ഇത് നമുക്ക് ലെയർ ആക്കി ക്രീമോ എന്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. ഇങ്ങനെ സിമ്പിളായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾ ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു മണിയിൽ ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.